Good morning, dear students. Last class we discussed the functions of president and vice president and the election of president and vice president. Who elects vice president and president? And today, the functions of prime minister. Functions of prime minister. As we know, the leader of the majority party or coalition in the Lok Sabha is appointed as the prime minister. ആരാ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? ദി ലീഡർ ഓഫ് ദി മെജോറിറ്റി പാർട്ടി ഓർ കോalition. അല്ലേ? ലോക്സഭ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയായി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അല്ലേ? കോalition, മുന്നണി. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണ് ഇന്ത്യയിൽ UPA, NDA എന്ന് പറയുന്നത്. അല്ലേ? നമുക്കറിയാം. ഇപ്പോൾ നമുക്കറിയാം NDAക്കാണ് ലോക്സഭ ഇലക്ഷനിൽ ഭൂരിപക്ഷമുള്ളത്. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ലീഡർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നമുക്കറിയാം, അല്ലേ? ആൻഡ് ഹു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അല്ലേ? അപ്പം ദി ലീഡർ ഓഫ് ദി മെജോറിറ്റി പാർട്ടി ഓർ കോalition ഇൻ ദി ലോക്സഭ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദി പ്രൈം മിനിസ്റ്റർ. ഹി ഹാസ് എക്സ്റ്റെൻസീവ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ദിസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹാസ് എക്സ്റ്റെൻസീവ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അല്ലേ? ഒരുപാട് അധികാരങ്ങളും ഫങ്ഷൻസുമുള്ള ഒരു വ്യക്തിയാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതാരാണെങ്കിലും ആ പദവിയിലിരിക്കുന്ന ആള്. ഹി ക്യാൻ ഇൻഫ്ലുവൻസ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. അല്ലേ? പ്രൈം മിനിസ്റ്ററുടെ തീരുമാനത്തിനനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിസിഷൻസിലും ഉണ്ടായിരിക്കും. ആൻഡ് ഹിയർ ഈസ് സം ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. Prime Minister of India acts as the leader of the Lok Sabha. Leader of the Lok Sabha. Who is the leader of Lok Sabha? Prime Minister is the leader of the Lok Sabha. Prime Minister acts, Prime Minister പ്രവർത്തിക്കും, അല്ലേ, as the leader of the Lok Sabha and presides of the meetings of the cabinet. ക്യാബിനറ്റ്, മന്ത്രിസഭയുടെ ഈ മീറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ദെൻ പ്രൈം മിനിസ്റ്റർ കോർഡിനേറ്റ്സ് ദി ഫങ്ഷൻസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ മന്ത്രിസഭയുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്, അത് ഏകോപിപ്പിക്കുന്നത് ഓൾസോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആൻഡ് പ്രൈം മിനിസ്റ്റർ ഇൻഫോംസ് ദി പ്രസിഡന്റ് ഓഫ് ദി ഡിസിഷൻസ് ടേക്കൺ ബൈ ദി ക്യാബിനറ്റ്. ക്യാബിനറ്റ് എടുത്ത തീരുമാനങ്ങളൊക്കെ ഈ പ്രസിഡന്റിനെ ഇൻഫോം ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. These are some of the functions of Prime Minister of India. Once again, what are the functions of Prime Minister of India? What are the some functions of Prime Minister of India? Prime Minister acts as the leader of the Lok Sabha. Prime Minister presides over the meetings of cabinet. Prime Minister coordinates the functions of the Council of Ministers, and also Prime Minister informs the President of the decisions taken by the Cabinet. Decisions taken by the Cabinet. Cabinet എടുത്ത തീരുമാനങ്ങൾ പ്രസിഡന്റിനെ ഇൻഫോം ചെയ്യുന്നത് ഓൾസോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. And so far we have discussed the functions of legislature, functions of executive, and who consists legislature, who consists in the executive. And finally we're going to before that executive in the state level also. The head of the state level executive is the governor. Likewise, the head of the executive in the central level is president. Here in the state level, the head of the executive is the governor. Governor ആണ് സംസ്ഥാന തലങ്ങളിൽ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ്. Then the chief minister and his cabinet act as the real executive in the states. നമുക്കറിയാം, കേന്ദ്ര എക്സിക്യൂട്ടീവിലാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെയാണ് എക്സിക്യൂട്ടീവ്.
എക്സിക്യൂട്ടീവ് പാർട്ട് അല്ലേ. ദെൻ ബ്യൂറോക്രാറ്റ്സ്. ഇവിടെ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ക്യാബിനറ്റ് അല്ലേ, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള മറ്റു മന്ത്രിമാരുമായിരിക്കും എക്സിക്യൂട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ഇൻ ദി സ്റ്റേറ്റ് ലെവൽ ആൻഡ് ദി സെൻട്രൽ ലെവൽ. And finally, the third organ of a government is judiciary. What's judiciary? What's the structure of Indian judiciary? We are going to discuss. And there are many arise dispute between individuals and government, between central and state government, and among states on various issues we know. അല്ലേ, നമുക്കറിയാം വ്യക്തികൾ തമ്മിൽ ചില തർക്കങ്ങളുണ്ടാവും, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും അല്ലേ. വ്യക്തികളും ഗവൺമെൻറ്റും തമ്മിൽ ചില ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ പല ഇഷ്യൂസുകളും പല കാരണങ്ങളുണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ഈ പറയുന്നപ്പോൾ മുല്ലപ്പെരിയാർ ഡാം അല്ലേ, മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലേക്കാണ് ഒഴുക്കി മുമ്പുണ്ടാക്കിയ കരാർ പ്രകാരം തമിഴ്നാട്ടിലേക്കാണ് ഒഴുക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളുണ്ടാകുമ്പോൾ കേരളയും തമിഴ്നാടും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ കോടതിയെ സമീപിക്കും അല്ലേ. അപ്പം അങ്ങനെ പല തർക്കങ്ങളും ഉണ്ടാകുന്ന സമയത്ത് കോർട്ടിനെ നമ്മൾ സാധാരണ സമീപിക്കാറുണ്ട്. അത് ഇൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആകാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെൻറ്റ്സുകളാകാം, അല്ലെങ്കിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സുകളാകാം, ഓർ ഇൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആകാം. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ഡിസ്പ്യൂട്ട്സ്. ഇറ്റ് ഈസ് നൗ ഓൺ ദീസ് ഒക്കേഷൻസ് ഇറ്റ് ഈസ് ജുഡീഷ്യറി വിച്ച് റിസോൾവ്സ് ദീസ് ഡിസ്പ്യൂട്ട്സ് അല്ലേ. ഇങ്ങനെ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് സോൾവ് ചെയ്യുന്നത് ആരാ? ഇവിടെ സോൾവ് ചെയ്യുന്നത് ഇൻ ഇന്ത്യ ദി ജുഡീഷ്യറി ഓർ ദി തേർഡ് ഓർഗാൻ resolves that type of problems or disputes. And by punishing the guilty and protecting the innocence, the court implement justice അല്ലേ. കോടതികൾ നീതി നടപ്പാക്കും. എങ്ങനെ? ബൈ പണിഷിങ് ദി ഗിൽറ്റി അല്ലേ, കുറ്റം ചെയ്തവരെ പണിഷ് ചെയ്തുകൊണ്ടും ഇന്നസെൻ്റ് ആയവരെ ഈ പറയുന്ന അവരെ സംരക്ഷിച്ചുകൊണ്ടും കോർട്ട് ജസ്റ്റിസ് ഇംപ്ലിമെന്റ് ചെയ്യും. ഇറ്റ് ഈസ് ദി ജുഡീഷ്യറി വിച്ച് ഇന്റർപ്രറ്റ്സ് ദി ലോസ് പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ ഓൾസോ അല്ലേ. പിന്നെ അനദർ ഫങ്ഷൻ ഓഫ് ദി ജുഡീഷ്യറി എന്ത് ചെയ്യും? ജുഡീഷ്യറി ഇന്റർപ്രറ്റ്സ് ദി ലോസ് പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പാസ്സാക്കുന്ന ഈ പറയുന്ന നിയമങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വ്യാഖ്യാനിക്കുന്നതാരാ? ഓൾസോ ദിസ് ജുഡീഷ്യറി. ആൻഡ് ഹിയർ ഈസ് ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി. വാട്ട്സ് ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി? This is the structure of Indian judiciary. First of all, Supreme Court, then High Court, then District Court, then subordinate courts. This is the structure of Indian judiciary. ഏറ്റവും ഉയരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലുള്ള ഇന്ത്യയിലെ കോർട്ടാണ് സുപ്രീം കോടതി. ദി അപ്പെക്സ് കോർട്ട് ഇൻ ദി ജൂറിസ്ഡിക്ഷൻ ഓൾ ഓവർ ഇന്ത്യ. ഈ ഇന്ത്യയുടെ മൊത്തം ഒരൊറ്റ സുപ്രീം കോടതി ഇല്ലേ, ഡൽഹിയിൽ നമുക്കറിയാം. ഈ സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത കോടതി, അപ്പെക്സ് കോർട്ട് ഇൻ ദി ജൂറിസ്ഡിക്ഷൻ ഓൾ ഓവർ ഇന്ത്യ. ദെൻ ഹൈ കോർട്ട്. ഹിയർ കേസസ് ദാറ്റ് അറൈസ് ഇൻ സ്റ്റേറ്റ്സ് അല്ലേ, സ്റ്റേറ്റ് ലെവലിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഹൈ കോർട്സ്. ദെൻ ഡിസ്ട്രിക്ട് കോർട്സ്. ഹിയർ കേസസ് ഇൻ ദി ഡിസ്ട്രിക്ട് ലെവൽ. ദെൻ സബ് കോർട്സ്, സബോർഡിനേറ്റ് കോർട്സ്, ദാറ്റ് ഇസ് സബ് കോർട്സ്, മുനിസിപ്പൽ കോർട്സ് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്സ്. ഹിയർ താലൂക്ക് ലെവൽ cases. This is the structure of Indian judiciary. എന്ന് വെച്ചാൽ സുപ്രീം കോടതി മുതൽ അതിൻ്റെ താഴേക്ക് ഹൈക്കോടതിയും ഡിസ്ട്രിക്ട് കോടതിയും അതിൻ്റെ താഴെയുള്ള ചെറിയ കോടതികളും സബ് കോടതികളും മുനിസിപ്പൽ കോടതികളും മജിസ്ട്രേറ്റ് കോടതികളും ഉൾക്കൊള്ളുന്ന സബോർഡിനേറ്റ് കോർട്സുകൾ അല്ലേ. ജുഡീഷ്യറി ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഓൾ സുപ്രീം കോർട്ട് ഇസ് അപ്പസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ അല്ലേ. അതാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി. സുപ്രീം കോടതി ഇസ് അപ്പസ്റ്റ് കോർട്ട്, അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ആൻഡ് they are appointed by, as we know,
President of India. When we are discussing the functions of President of India, ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു he appoints the ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അത് അപ്പോൾ എന്താണ് ഈ പറയുന്ന സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടാകുന്നത് ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ ആയിരിക്കും, മറ്റു ജഡ്ജുകളും ഉണ്ടായിരിക്കും. ഈ ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. And now at present the Supreme Court has a chief minister and also 30 judges. 30 ജഡ്ജുകളും ഒരു ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി എന്ന് പറയുന്നത്. And what are the types of cases attended by or considered by Supreme Court of India? ഏതൊക്കെ കേസുകൾ സാധാരണ ഇവിടെ പിന്നെ പ്രാദേശികമായിട്ടുള്ള ചില പെറ്റി കേസുകളൊക്കെ സുപ്രീം കോടതി ആരംഭിക്കാറുണ്ടോ? ഇല്ല അല്ലെ. ഏത് ടൈപ്പ് ഓഫ് കേസുകളാണ് സുപ്രീം കോടതി കൺസിഡർ ചെയ്യാറുള്ളത്? ഏതൊക്കെയാണ്? കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ, മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി അത്തരത്തിലുള്ള കേസുകൾ പരിഗണിക്കും അല്ലേ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, വി ഹാവ് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു റിലീജിയൻ ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ. ഇങ്ങനെയുള്ള ഈ ഫണ്ടമെന്റൽ റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കേസുകൾ ഈ പറയുന്ന സുപ്രീം കോടതി എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ദെൻ കേസസ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റും യൂണിയൻ ഗവൺമെന്റും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടാകുന്ന കേസുകൾ അല്ലേ, അവ തമ്മിലുണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ, അത്തരത്തിലുള്ള കേസുകൾ സുപ്രീം കോടതി കൺസിഡർ ചെയ്യും. ദെൻ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, വ്യത്യസ്ത സ്റ്റേറ്റ് ഗവൺമെന്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിൽ കേസുകൾ ഈ പറയുന്ന സുപ്രീം കോടതി കൺസിഡർ ചെയ്യും. ദെൻ another type of cases that require interpretation of constitutional provisions. ഭരണഘടനാ പ്രൊവിഷൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന കേസുകളാണെങ്കിൽ അത്തരത്തിലുള്ള കേസുകളും ഈ പറയുന്ന സുപ്രീം കോടതി കൺസിഡർ ചെയ്യും. ആൻഡ് ഓൾസോ അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോടതി. ഹൈക്കോടതി ഒരു വേർഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ, ഹൈക്കോടതി ഒരു കേസിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കേസിൽ പിന്നെ അപ്പീൽ പോകണമെങ്കിൽ, ഉയർന്ന കോടതിയിലേക്ക് പോകണമെങ്കിൽ പിന്നെ സമീപിക്കാവുന്നത് സുപ്രീം കോടതിയാണ്. ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതാണെങ്കിൽ അടുത്ത അപ്പീൽ കോടതി ഏതാ? സുപ്രീം കോടതിയാണ്, സുപ്രീം കോർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളും ആര് കൺസിഡർ ചെയ്യും? സുപ്രീം കോർട്ട് കൺസിഡർ ചെയ്യും. അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട്സ്, ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഹൈക്കോർട്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട്. ദെൻ ഹൈക്കോർട്ട് ലൈക്ക്വൈസ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ഈസ് ദി ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ് അല്ലേ. സുപ്രീം കോടതി ഹയസ്റ്റ് ഓർ അപ്പെക്സ് കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇനി ഹൈക്കോർട്ടിന്റെ കേസിൽ വരികയാണെങ്കിലോ, ഹൈക്കോർട്ട് ഇസ് ദി ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്, ഇൻ എ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ കോടതി മീൻസ് ഏറ്റവും ഉയർന്ന കോടതി എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ എറണാകുളത്തുള്ള കേരളത്തിലെ ഹൈക്കോടതിയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഓരോ സ്റ്റേറ്റിലെയും. And the high courts consists of chief justice and such other judges appointed by the president also. ലൈക്ക് സുപ്രീം കോർട്ട് ഇവിടെയും ഒരു ചീഫ് ജസ്റ്റിസും അതുപോലെ മറ്റു ജഡ്ജികളും ഉണ്ടാകും. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഓൾസോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് സൂപ്പർവൈസസ് ദി വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട്സ് ആൻഡ് അതർ സബോർഡിനേറ്റ് കോർട്ട്സ്. സോ ഹൈക്കോർട്ട് സൂപ്പർവൈസസ് ദി വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്ട്സ് ആൻഡ് അതർ സബോർഡിനേറ്റ് കോർട്ട്സ് അല്ലേ. താഴെയുള്ള ജില്ലാ കോടതികളും അതിന് താഴെയുള്ള ഈ കീഴ്ക്കോടതികളും ഒക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാ? ഈ പറയുന്ന ഹൈക്കോടതികൾ സൂപ്പർവൈസ് ചെയ്യും. ആൻഡ് വാട്ട് ആർ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ടിൻ്റെ ഈ പരിധി ഏതാണ്, എത്രമാത്രമുണ്ട്?
give verdicts on cases relating to violation of fundamental rights, like the Supreme Court. Here also, High Courts also fundamental റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ അത്തരം കേസുകൾ ഹൈക്കോടതി പരിഗണിക്കും. ഹിയർ സിവിൽ ആൻഡ് ക്രിമിനൽ അപ്പീൽ കേസസ് ഫ്രം ലോവർ കോർട്ട്, ചെറിയ കോടതികളിൽ, താഴ്ന്ന കോടതികൾ അല്ലെങ്കിൽ കീഴ്ക്കോടതികളിൽ നിന്ന് വരുന്ന അപ്പീലുകൾ ഈ പറയുന്ന അത് സിവിലാണെങ്കിലും ക്രിമിനൽ ആണെങ്കിലും അത് കൺസിഡർ ചെയ്യും ഹൈക്കോടതി. ദെൻ ഇന്റർപ്രറ്റ്സ് ദി ലോസ് പാസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതും ആരാണ്? ഈ പറയുന്ന ഹൈക്കോടതിയാണ്. Then subordinate courts, as we know, the structure of our judicial system is Supreme Court, High Court, and District Court, and subordinate courts. Here, what are the types of subordinate courts, and what are the functions of subordinate courts? Here is subordinate courts consist of district courts, sub courts, municipal courts, and magistrates courts. ജില്ലാ കോടതികൾ, ഉപകോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ, ഇതൊക്കെയാണ് സബോർഡിനേറ്റ് കോടതികൾ എന്ന് മൊത്തത്തിൽ നമ്മൾ പറയുന്നത്. ദേ ഗീവ് വേർഡിക്ട്സ് ഓൺ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ്. സിവിൽ കേസുകളും ക്രിമിനൽ കേസുകൾക്കൊക്കെ വിധി കൽപ്പിക്കും ഈ പറയുന്ന സബോർഡിനേറ്റ് കോടതികൾ. ആൻഡ് so far we have discussed the three organs of the government. Government become effective only when these three organs work together with mutual respect and in accordance with the constitutional provisions. ഒരു ഗവൺമെന്റ് കൃത്യമായി മുന്നോട്ട് പോകുന്നത് എപ്പോഴാണ്? ഈ ത്രീ ഓർഗാൻസ് ഓഫ് ദി ഗവൺമെന്റ്, ദാറ്റ്സ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഫങ്ഷൻസ് പ്രോപ്പർലി, വളരെ കൃത്യമായി ഫങ്ഷൻ ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ മൂന്ന് ഓർഗാൻസ് ഓഫ് ദി ഗവൺമെൻറ്. ഓക്കെ, ഐ തിങ്ക് യു ആർ തറോ വിത്ത് ദിസ് ചാപ്റ്റർ. ലെറ്റ്സ് കൺക്ലൂഡ് ഓർ വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.